ഹായ് ഫ്രണ്ട്സ്, എയ്ഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള 4th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ആക്ടിവിറ്റി 3, ഹൗ മെനി Children are lined up to buy ticket for an exhibition. മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിവരിയായി നിന്നു. മീരാസ് പൊസിഷൻ ഈസ് 13th ഫ്രം ബോത്ത് ദ സൈഡ്. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13ാമതാണ്. ക്വസ്റ്റ്യൻ എ, ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ലൈൻ? വരിയിൽ എത്ര പേരുണ്ട്? ഇത് നമുക്ക് 3rd ചാപ്റ്ററിലെ ലാസ്റ്റ് പേജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ മക്കളെ, വരിയിൽ എത്ര പേരുണ്ടെന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താം? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. മീരയുടെ പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലെ? മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 13ാമതാണ് അല്ലെ? അപ്പൊ മീര ആയിരിക്കുമല്ലോ നടുക്ക്. മീരയെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പൊ മീരയുടെ മുന്നിൽ എത്ര പേരുണ്ടാവും? 12 പേര്. 12 അല്ലെ? മീരയുടെ പുറകിലോ 12 പേരുണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട് വരിയില്? ആൻസർ ഈസ് 25. വരിയില് 25 പേരുണ്ട്. ക്വസ്റ്റ്യൻ ബി, മിത്ര സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഗോട്ട് ദ ടിക്കറ്റ് ഓഫ് ദ നമ്പർ ഓഫ് 2789. ആദ്യം നിന്ന് മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ്? അങ്ങനെയെങ്കിൽ അവസാനം നിന്ന് സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? ആദ്യം നിൽക്കുന്നത് ആരാണ് മക്കളെ? മിത്രയാണ് അല്ലേ? മിത്രയ്ക്ക് കിട്ടിയ നമ്പർ എത്രയാണ്? 2789. 2789. ടോട്ടൽ എത്ര പേരുണ്ട് വരിയില്? 25 പേരുണ്ട് അല്ലേ? അപ്പൊ ആദ്യം നിൽക്കുന്ന മിത്രയെ കൂടാതെ മിത്രയുടെ പുറകിലായിട്ട് 24 പേരുണ്ട്. അങ്ങനെയെങ്കിൽ അവസാനം നിൽക്കുന്ന സാന്ദ്രയുടെ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആദ്യം നിൽക്കുന്ന മിത്രയുടെ നമ്പറായ 2789ലേക്ക് 24 ആഡ് ചെയ്താൽ പോരെ? ആൻസർ ഈസ് 2813. 2813. ക്വസ്റ്റ്യൻ സി, ടിക്കറ്റ് കോസ്റ്റ് ഈസ് 2500 rupees. They have 500 rupees notes in hand. ടിക്കറ്റിന്റെ വില 2500 രൂപയാണ്. അവരുടെ കൈകളിലുള്ളത് 500 രൂപയുടെ നോട്ടുകളാണ്. ഹൗ മെനി നോട്ട്സ് ദേ ഷുഡ് പേ? എത്ര നോട്ട് അവർ ടിക്കറ്റിന്റെ വിലയായി കൊടുക്കണം? ടിക്കറ്റിന് 2500 രൂപയാണ്. അവരുടെ കൈകളിലുള്ളത് 500ന്റെ നോട്ടുകളുമാണ്. അപ്പൊ എത്ര 500ന്റെ നോട്ടുകൾ കൊടുക്കേണ്ടി വരും? 500 1000 ആവുമ്പോ 2500, 2000 ആവുമ്പോ 4500, 2500 ആവുമ്പോ 500. ആൻസർ ഈസ് 5. Question D, see the number cards Manu has. 3468, 3648, 4368, 4863, 3864. These are to be arranged from largest to smallest. Put a tick mark on the right answer. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വെച്ചതേത്? ശരി ഉത്തരത്തിന് ടിക്ക് അടയാളം ഇടുക. ഒന്നാമത്തെ നോക്കിയേ, 4368, 4368. രണ്ടാമത് കൊടുത്തത് 4863 ആണ്. അതിൽ ഏറ്റവും വലുത് 4863 അല്ലേ? 4863 അല്ലേ? അപ്പൊ തന്നെ തെറ്റല്ലേ? നമ്മൾ ഏറ്റവും വലുതാണ് ആദ്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയല്ലേ തേർഡ് ലൈനും? 4863, 4368, then 3648, 3864. 3648 കൊടുത്ത ശേഷം 3864 കൊടുത്തില്ലേ? ആ 3864 കൊടുത്ത ശേഷമല്ലേ 3648 കൊടുക്കേണ്ടിയിരുന്നത്? അപ്പൊ തേർഡ് ലൈനും തെറ്റാണ്. റൈറ്റ് ആൻസർ ഈസ് സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈനിലാണ് കറക്റ്റ് ആയിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Question A, see the picture pattern. Put a tick mark to the picture which comes next. ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ.
തുടർന്ന് വരുന്ന ചിത്രത്തിന് ടിക്ക് ചെയ്യുക. അപ്പൊ മക്കളെ ആ ചിത്രം ഒന്ന് നോക്കിയേ. ചിത്രത്തിന്റെ വലതുഭാഗത്ത് ഒരു കുഞ്ഞു റൗണ്ട് വന്നു അല്ലെ, സർക്കിൾ വന്നു. ദെൻ ചിത്രത്തിന്റെ മുകളില് വലതുഭാഗത്തായി റൗണ്ട് വന്നു. അതിനുശേഷം ചിത്രത്തിന്റെ ഇടതുഭാഗത്ത് മുകളിലായിട്ട് ഒരു റൗണ്ട് വന്നു. ഇനി നെക്സ്റ്റ് എങ്ങനെയായിരിക്കും ചിത്രം വരിക? ചിത്രത്തിന്റെ ഇടത് ഭാഗത്തായിട്ട് വരൂ അല്ലെ, നാലാമത്തെ പിക്ചർ. അപ്പൊ മക്കളെ, നമ്മുടെ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്ത കുറെ കൂട്ടുകാരില്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ അറിയാൻ ടീച്ചർക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ആക്ടിവിറ്റി 4 കാർ റേസ്. മീര ആൻഡ് മിത്ര started playing car race on the computer. See the points they got. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. മീരയ്ക്ക് റൗണ്ട് 1 495 മിത്രയ്ക്ക് 515 കിട്ടി. റൗണ്ട് 2 മീരയ്ക്ക് 1805 മിത്രയ്ക്ക് 1685 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ദേ ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റുകൾ എത്ര? പോയിന്റ്സ് ഓഫ് മീര ഗോട്ട്, പോയിന്റ്സ് ഓഫ് മിത്ര ഗോട്ട്, അങ്ങനെ രണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീരയ്ക്ക് കിട്ടിയ പോയിന്റ്, മിത്രയ്ക്ക് കിട്ടിയ പോയിന്റ്. എങ്ങനെയാ മക്കളെ ഈ കണക്ക് നമ്മൾ ചെയ്യാം? ആദ്യം നമുക്ക് മീരയ്ക്ക് കിട്ടിയ പോയിന്റ് നോക്കാം. മീരയ്ക്ക് റൗണ്ട് 1 495 റൗണ്ട് 2 1085 ആണ് കിട്ടിയത്. 495 1805. അപ്പൊ 2 റൗണ്ടിലും കൂടി മീരയ്ക്ക് എത്ര പോയിന്റ്സ് കിട്ടിയെന്ന് കാണാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എത്രയാ മക്കളെ കിട്ടിയത്? 2300, 2300. ദെൻ പോയിന്റ്സ് മീര ഗോട്ട്, പോയിന്റ്സ് മിത്ര ഗോട്ട്. മിത്രക്ക് എത്രയാ കിട്ടിയത്? അതെങ്ങനെയാ കാണുക? മിത്രക്ക് റൗണ്ട് 1 റൗണ്ട് 2 കിട്ടിയത് പരസ്പരം ആഡ് ചെയ്താൽ മതി. 550 പ്ലസ് 1685 ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടി മക്കളെ? 2200, 2200. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബി, ഹു ഗോട്ട് മോർ പോയിന്റ്സ്? ആർക്കാ മക്കളെ കൂടുതൽ കിട്ടിയത്? മീരക്കാണോ മിത്രക്കാണോ? മീരക്കാണ് അല്ലെ. മീരക്ക് 2300 കിട്ടി, മിത്രക്ക് 2200 കിട്ടി അല്ലെ. ഹൗ മച്ച് മോർ? എത്ര കൂടുതലുണ്ട് മക്കളെ? ആ രണ്ട് സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? മീരക്ക് കിട്ടിയ 2300 നിന്ന് മിത്രക്ക് കിട്ടിയ 2100 മൈനസ് ചെയ്താൽ മതി, കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? ബാലൻസ് എത്രയുണ്ട്? 100 അല്ലേ. അപ്പൊ എത്ര കൂടുതലുണ്ട്? 100. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ സി, വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ? ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. അപ്പൊ താഴെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഒരു പാറ്റേൺ ആണ്. ആ ചുവടെ തന്നതിൽ നിന്നും ആ പാറ്റേണിന്റെ നെക്സ്റ്റ് സംഖ്യ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണ്? 1000, 1000, 1200, 1450, 1750. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 1000, 1200, 1450, 1750. അപ്പൊ ഒരു നിശ്ചിത സംഖ്യ ആവർത്തിച്ച് കൂടിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ആൻസർ കണ്ടെത്തുക? സെക്കൻഡ് നമ്പർ ആയിട്ടുള്ള, രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള 1200 നിന്നും ആദ്യത്തെ നമ്പർ 1000 കുറച്ചു കൊടുക്കുക. അപ്പൊ എത്രയാ മക്കളെ ഡിഫറൻസ് വരുന്നത്? 200 അല്ലെ. 200 ആണ് വരുന്നത്. അപ്പൊ അത് അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക, 200. നമ്മൾ മനസ്സ് വെക്കുക. ദെൻ തേർഡ് നമ്പർ എത്രയാണ്? 1450 ആണ് അല്ലെ. 1450 ആണ്. അതിൽ നിന്നും സെക്കൻഡ് നമ്പർ മൈനസ് ചെയ്യുക. 1450 1200 മൈനസ് ചെയ്താൽ എത്ര കിട്ടും മക്കളെ? 250 അല്ലെ. ഫോർത്ത് നമ്പർ എത്രയാണ്? 1750 ആണ്. 1750 തേർഡ് നമ്പർ ആയിട്ടുള്ള 1450 മൈനസ് ചെയ്ത് നോക്കിയേ. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 300 കിട്ടി അല്ലെ. ഇനി ആ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നോക്കിയേ. ആദ്യം 200 ആണ് ആഡ് ചെയ്തത്, 200 കൂടിയാണ് വന്നത്, പിന്നെ 250 ആയി, പിന്നെ അത് 300 ആയി. അപ്പൊ എത്രയാണ്? 50 50 ഇങ്ങനെ കൂടിയാ വരുന്നത്. 300. അടുത്ത സംഖ്യയിലേക്ക് എത്ര കൂടുതൽ വേണം? 350 കൂടുതൽ വേണം അല്ലെ. അപ്പൊ എത്രയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 2100, 2100. ആക്ടിവിറ്റി 5, play equipments. Meera, the sports club secretary with teachers, went to purchase sports equipments for the school.
They had 5,500 rupees. സ്കൂളിലേക്ക് ആവശ്യമായ കളിപ്പാട്ട ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി. 5,500 രൂപയാണ് ആ കയ്യിലുള്ളത്. അപ്പൊ അവിടെ ഒരു വില വിവര പട്ടിക, പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം ഐറ്റംസ് ആണ് ഉള്ളത്? ക്രിക്കറ്റ് ബാറ്റ്, ബോള്, അതിന്റെ പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1,230. കാരം ബോർഡ് 1,300. ഷട്ടിൽ ബാറ്റ്, കോർക്ക് 970. ഹെൽമെറ്റ് 1,450. ജേഴ്സി 1,050. വോളിബോൾ നെറ്റ് 860. വോളിബോൾ 1,099. അവിടെ ടീച്ചർ പറയുന്നുണ്ട് അല്ലേ, നീഡ് ടു പർച്ചേസ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, ഷട്ടിൽ ബാറ്റ്, കോർക്ക് ആൻഡ് കാരം ബോർഡ്സ്. ക്രിക്കറ്റ് ബാറ്റ്, ബോള്, ഷട്ടിൽ ബാറ്റ്, കോർക്ക്, കാരം ബോർഡ് എന്നിവ വാങ്ങണം എന്നുള്ളത് ടീച്ചർ പറയുന്നുണ്ട്. ക്വസ്റ്റ്യനെ ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ്. ഈ സാധനങ്ങളെല്ലാം അവിടെ ഐറ്റംസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, കോളം തിരിച്ച് എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രൈസും മുകളില് പ്രൈസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഓരോന്നിന്റെയും പ്രൈസ് അതിന് നേരെ എഴുതി ടോട്ടൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യന്. അപ്പൊ എത്രയായിരിക്കും മക്കളെ? ക്രിക്കറ്റ് ബാറ്റിനും ബോളിനും കൂടെ 1,230 രൂപ. ഷട്ടിൽ ബാറ്റും കോക്കും കൂടി 970 രൂപ. ദെൻ കാരം ബോർഡിന് 1,300 രൂപ. ടോട്ടൽ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3,500. 3,500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. ബാക്കി എത്രയുണ്ട് എന്ന്. അപ്പൊ അവരുടെ കയ്യിൽ എത്രയുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. 5,500 ആണ്, 5,500 ആണ്. അതിൽ നിന്ന് ആകെ ആയിട്ടുള്ള 3,500 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? ബാലൻസ് ഈസ് 2,000, 2,000. ക്വസ്റ്റ്യൻ സി, വാട്ട് ക്യാൻ ബി പർച്ചേസ് മോർ. ഇനി അവർക്ക് എന്തെല്ലാം വാങ്ങാൻ പറ്റും? ബാക്കി 2,000 രൂപ അവരുടെ കയ്യിലില്ലേ? ഈ 2,000 രൂപയ്ക്ക് അവർക്ക് ആ പ്രൈസ് ലിസ്റ്റിലുള്ള വിലകളൊക്കെ നോക്കിയിട്ട് എന്തെല്ലാം വാങ്ങാൻ പറ്റും ആ ഐറ്റം അവിടെ എഴുതുക, അതിന്റെ പ്രൈസ് എഴുതുക. അപ്പൊ എന്തൊക്കെ വാങ്ങാൻ പറ്റും മക്കളെ? നമുക്കൊരു വോളിബോളും അതുപോലെ ഒരു വോളിബോൾ നെറ്റും വാങ്ങാം അല്ലെ. വോളിബോളിന് എത്രയാവും? 1,099. വോളിബോളിന്റെ നെറ്റിനോ 860. ടോട്ടൽ എത്രയാവും? 1,959. ക്ലിയർ അല്ലേ? ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 ബി ക്വസ്റ്റ്യൻ, ഓണം. ഭാഗ്യ വിത്ത് ഹർ പാരന്റ്സ് വെന്റ് ടു ബൈ ഡ്രസ് ഫോർ ഓണം. They had 7,000 rupees. അപ്പൊ അവിടെയും അതുപോലെ ഒരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭാഗ്യവും പോയി. 7,000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ നേരത്തെയുള്ള ക്വസ്റ്റ്യനെ പോലെ തന്നെ ഇവിടെയും ഒരു പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വില വിവര പട്ടിക കൊടുത്തിട്ടുണ്ട്. ഷർട്ട്, പാന്റ്, ലാച്ച, ചുരിദാർ, സാരി, ടീഷർട്ട്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിന്റെ വിലയും കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സേ ദ ഡ്രസ് ബ്രോട്ട് ഫോർ ഭാഗ്യ ആൻഡ് ഹർ ബ്രദർ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? അപ്പൊ ഐറ്റം അവിടെ കൊടുത്ത് എന്തൊക്കെയാണ് ഭാഗ്യയും ബ്രദറും വാങ്ങിയത്? ഷർട്ട്, പാന്റ്, ലാച്ച. ഷർട്ടിന് 900ഉം പാന്റിന് 1,050ഉം ലാച്ചക്ക് 1,550 ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ കാണാൻ എന്താ ചെയ്യണ്ടേ? എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. എത്രയാ മക്കളെ ആൻസർ? ടോട്ടൽ 3,500, 3,500 രൂപയാണ് ആവുക അല്ലെ. ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്. അപ്പൊ ബാക്കി എത്രയുണ്ട്? എത്ര ഉണ്ടാവും മക്കളെ? എത്രയാണ് അവരുടെ കയ്യിലുള്ള എമൗണ്ട്? 7,000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. അതിൽ നിന്നും 3,500 രൂപക്ക് അവർ പർച്ചേസ് ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവും? 3,500, 3,500 രൂപ ഉണ്ടാവും. ക്വസ്റ്റ്യൻ സി, ദേ വാണ്ട് ടു ബൈ ടീഷർട്ട് ഫോർ ഫാദർ ആൻഡ് സാരി ഫോർ മദർ. വിൽ ദ ബാലൻസ് മണി ഈസ് സഫിഷ്യന്റ്? എന്താ ചോദിക്കുന്നത്? അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരിയും കൂടി അവർക്ക് വാങ്ങണം. ഇതിന് കയ്യിലുള്ള പണം തികയുമോ എന്നാണ്. നമുക്കൊന്ന് നോക്കാം അല്ലേ. സാരിക്ക് എത്ര രൂപയാ മക്കളെ വരുന്നത്? 2,100 അല്ലേ. ടീഷർട്ടിനോ 950. 2,100ഉം 950ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും ടോട്ടല്? 3,050. അപ്പം അതിനകത്ത് തികയൂലേ. ഇനി ഓപ്ഷൻ ഡി,
Put tick mark on the right answer. Sufficient, insufficient. തികയും തികയില്ല. പണം തികയോ തികയൂല്ലേ? അപ്പൊ നമ്മൾ സഫിഷ്യന്റ് എന്നുള്ളടത്ത് ടിക്ക് കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. എക്സാമിന് നന്നായി പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.